അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്പെഷ്യൽ വിഭവമാണ്. കേക്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജീവനാണ് അല്ലേ. മിക്കവാറും എല്ലാവർക്കും തന്നെ കേക്ക്സ് ഇഷ്ടമാണ്. വ്യത്യസ്തമായ പലതരം കേക്ക്സ് പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വീട്ടമ്മമാരെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നാണ്. ഏറ്റവും എളുപ്പത്തിൽ ഒരു പക്ഷേ കേക്കിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത ആൾക്കാർക്ക് പോലും ഒരു ഫസ്റ്റ് ടൈം കേക്ക് ബേക്കിംഗ് ഇറങ്ങുന്ന ഒരാളിന് പോലും ചെയ്യാൻ പറ്റുന്നൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കും, വലിയ ചിലവില്ലാതെ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. എന്തായാലും വ്യത്യസ്തമായ പലതരം കേക്കുകളുടെ കൂട്ടത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുതിയ കേക്കുമായിട്ടാണ് നമ്മൾ മാജിക് അവനിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഇതൊരു വീറ്റ് കേക്കാണ്. വീറ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പ്. അപ്പോൾ ഒരു ഗോതമ്പ് കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് കേക്കിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത് മൈദയാണ് ഒരു ബേസ് ഉണ്ടാവുന്നത്. മൈദയുടെ ദോഷങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എങ്കിലും മൈദ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമായതുകൊണ്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. അതേസമയം ഗോതമ്പ് പൊടിക്ക് കുറച്ചുകൂടി ഫൈബർ ഉള്ളതുകൊണ്ട് അതിനെ അത്രയ്ക്ക് ആരും തള്ളി പറയുന്നില്ല. എന്തായാലും നമ്മളിന്ന് ഗോതമ്പ് പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കുന്നു, ഗോതമ്പ് കേക്ക്. അതാണ് നമ്മളുടെ വീറ്റ് കേക്ക്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് മാവ് 1.5 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, മുട്ട 3 എണ്ണം, റിഫൈൻഡ് എണ്ണ 1 കപ്പ്, തൈര് 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം. അപ്പോൾ നമുക്കിനി നമ്മളുടെ വീറ്റ് കേക്ക് തയ്യാറാക്കി തുടങ്ങും. സാധാരണ പറയുന്ന വീറ്റ് ഹൽവ എന്ന് നമ്മൾ പറയില്ലേ, ഗോതമ്പ് ഹൽവ, അതുപോലെ നമ്മളൊരു ഗോതമ്പ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 1.5 കപ്പ് ഗോതമ്പ് മാവ് അഥവാ ആട്ട ഇവിടെ എടുത്തു വയ്ക്കാം. ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കാര്യങ്ങൾ, സാധാരണ കേക്കിലൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും. അപ്പോൾ ബേക്കിംഗ് പൗഡർ കൂടുതലും, സോഡാപ്പൊടി കുറച്ചും. ഇതിപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അളന്ന് വെച്ചിരിക്കുകയാണ്, 2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. 2 കാര്യങ്ങളായി. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചിട്ട് ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഇടഞ്ഞ് റെഡിയാക്കി വെക്കണം. 2 പ്രാവശ്യം അരിപ്പയിലൂടെ ഇടഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യത്തെ ജോലി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, നല്ലൊരു വലിയ ബൗളെടുക്കുക കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു 3 മുട്ട, മഞ്ഞയും വെള്ളയൊന്നും പ്രത്യേകം ഒന്നും ആക്കുന്നില്ല, ഹോൾ എഗ്സ് മുഴുവനായിട്ട് നമ്മൾ ബൗളിലേക്ക് പൊട്ടിച്ചിടും. ഇനി ഒന്നുകൂടി അങ്ങനെ 3 മുട്ടയും ചേർക്കുന്നു. എന്നിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്ത് നല്ല പതച്ചിങ്ങനെ ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ നല്ല കൊഴുത്ത ഒരു ദ്രാവകമായി മാറും. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ട ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് ഇങ്ങനെ നല്ല ഫോമിയായി തുടങ്ങി. ഇനി കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറേശ്ശെ ആഡ് ചെയ്യാം. അതായത് നമ്മളൊരു 4-5 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ചേർക്കുക. മുട്ടയുടെ ടെക്സ്ചർ മറന്ന് കണ്ടോ, മുട്ടയുടെയും പഞ്ചസാരയും കൂടി ചേർത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല കൊഴുത്ത് ഇങ്ങനെ ഭയങ്കര ഒരു ക്രീമിയായി മാറുകയാണ്. ഇച്ചിരി നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. മുട്ട ചേർക്കുന്ന സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്താൽ ആ മുട്ടയുടെ ഒരു ഉളുമ്പ് സ്മെല്ലൊന്നും ഉണ്ടാകില്ല. ഇനി ഇതിൽ നമ്മൾ അടുത്തപ്പോൾ നല്ല കൊഴുത്തൊരു ദ്രാവകമായി മാറിക്കഴിഞ്ഞു. കണ്ടല്ലോ, നോക്കൂ, ഭയങ്കര നല്ല ക്രീമിയായി വന്നു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാത്രമാണ്. ഞാൻ എപ്പോഴും എനിക്ക് തോന്നി ഈ പാത്രത്തിന് ഏതാണ്ട് മാജിക് അവൻ്റെ അത്രത്തോളം പ്രായമുണ്ട്. എൻ്റെ തുടക്കകാലം തൊട്ടുള്ള പാത്രമാണ്. ഇങ്ങനെ പൊട്ടിക്കാണ്ട് ഞാൻ കൊണ്ടു നടക്കുക. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ ഇത് കുറച്ച് സേഫ് പാത്രമാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്നത് എണ്ണയാണ്. അടുത്തത് ചേർക്കാൻ പോകുന്നത് എണ്ണ. ഇത് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. അപ്പോൾ 1 കപ്പ് എണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്.
അത് കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ബീറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണയും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് നല്ല തിക്കായിട്ട് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം ഏതാണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി വീണ്ടും ബീറ്റ് ചെയ്യുക. തൈര്, ഇനി ഒരു 1/2 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യും. ഇത് 1/2 കപ്പ് നല്ല കട്ട തൈരാണ്. അപ്പം നോക്കൂ, കുറച്ച് ലൂസായി. ഇനി എന്താണ്? ഇനി നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവ്, ഇത് 1/2 കപ്പ് ഗോതമ്പ് മാവ്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്തതാണ്. ഈ സോഡാപ്പൊടി ചേർക്കുന്ന കാര്യത്തിൽ ഒരു സിട്രസ് ആയിട്ടുള്ള ഒരു കാര്യം ചേർക്കുന്നത് ആ കേക്കിന് എപ്പോഴും നല്ലതാണ്. അതിനാണ് നമ്മൾ തൈര് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസിന് ഏറ്റവും നല്ലത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അത് ആ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോഡാപ്പൊടി ശകലമെങ്കിലും ചേർക്കുകയാണെങ്കിൽ നമ്മളതിൽ തൈര് ചേർക്കുന്നത് നല്ലതാണ്. വളരെ ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരുപാട് സ്പീഡിൽ വേണ്ട. മുഴുവൻ മാവ് ചേർത്ത് നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ മാറ്റിയിട്ട് ഒരു തടി എടുത്തിട്ട് ബാക്കി സാവധാനം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റണം. നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡിയാണ്. ഞാനൊരു റൗണ്ട് ഷേപ്പിലൊരു ടിൻ ഇവിടെ, ഒരു ഇൻഡാലിയം ടിന്നാണ്. അതിനകത്ത് കുറച്ച് എണ്ണ തടവി, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവ് തൂവിയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ട് എക്സസ് കൂടുതൽ വന്നതെല്ലാം തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിപ്പയർഡ് കേക്ക് ടിൻ. ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്റർ ഒഴിക്കാം. കംപ്ലീറ്റ് ബാറ്ററും മാറ്റി കഴിഞ്ഞു. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് എന്തെങ്കിലും അകത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പോകും. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ കാഷ്യൂ നട്ട്സ്, അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നിരത്തണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു അലങ്കാരം. അപ്പോൾ ഇത് ബേക്കായി വരുമ്പോൾ, ഇത് മുകളിലേക്ക് പൊങ്ങി വരുമ്പോഴും ടോപ്പിൽ എന്തായാലും അണ്ടിപ്പരിപ്പ് ഉണ്ടാകും. അപ്പോൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ഇത് ചൂടായി കിടക്കുന്ന പ്രീ ഹീറ്റഡ് അവനിൽ, ഇലക്ട്രിക് അവനിൽ ഒരു 170-180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് ഒരു 30-35 മിനിറ്റ് സമയം, ചിലപ്പോൾ മാക്സിമം 40 മിനിറ്റ്സ് 40 മിനിറ്റ് സമയം വരെ എടുത്തേക്കാം. ഏതായാലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇലക്ട്രിക് അവനാണെങ്കിൽ 180 ചൂടാക്കുക, 170 തുടങ്ങുക. നന്നായിട്ട് കേക്ക് പൊന്തി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരല്പം, അതായത് 180 തന്നെ വെച്ചിട്ട് കേക്ക് നന്നായിട്ട് പൊങ്ങി കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ 170 ആക്കി കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം ഒരു 30 മുതൽ 40 മിനിറ്റ് സമയം വരെ. അപ്പോൾ മോൾ ഭാഗമൊക്കെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി എന്ന് തോന്നും. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന്, സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി നടത്താം. എന്തായാലും ഇനി കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ലതായിട്ട് പൊന്തി വന്നു, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. നിങ്ങൾ കണ്ടല്ലോ ആ ഒരു മോൾഡിനകത്ത് തന്നെ. അത് ഞാൻ ഡീമോൾഡ് ചെയ്തു. നന്നായിട്ട് ഒരു വിധം തണുത്ത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്താൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ ഒരു ഇതിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ വീറ്റ് കേക്ക്? മനോഹരമായിരിക്കുന്നതല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ അമർത്തി വെച്ച് അണ്ടിപ്പരിപ്പില്ലാതെ പോലെ തന്നെയുണ്ട്. അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ്. ഇതിന് പ്രത്യേകിച്ച് അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല. ഇതൊരു സിമ്പിൾ കേക്കാണ് നമുക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇലക്ട്രിക് അവൻ ഇല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടത്, ഒരു കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് ഇതേ ബാറ്റർ ഉണ്ടാക്കിയിട്ട് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? വീറ്റ് ആണെങ്കിലും ഗോതമ്പ് മാവ് നല്ല സ്പോഞ്ചി ടെക്സ്ചറാണ്. കണ്ടില്ലേ? നല്ല സ്പോഞ്ച് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്വാദാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും.
ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു സാധാരണ കറിയാണ്, നമ്മളുടെ കല്ലുമേക്ക പച്ച അരച്ച് വെച്ചത് പച്ചവയ്പ്പ്. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും എന്താണ് നമുക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു പുതിയ ടൈപ്പ് ഓഫ് കേക്കാണ് വീറ്റ് കേക്ക്. അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നുണ്ട്.